എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന എല്ലാവരുടെയും കൂടെ പെർഫോം ചെയ്തിട്ടുള്ള ആളും കൂടിയാണ് ശ്രുതി അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇന്ന് ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് കുറച്ച് സ്റ്റാർസിന്റെ ഇമിറ്റേഷൻസ്. ഓ ലവ്ലി. ഓക്കെ, നമുക്ക് സിനിമയില് കോമ്പിനേഷൻ സീൻസുകൾ, 1-2 സിനിമകളിലെ കോമ്പിനേഷൻ സീൻസുകൾ നോക്കാം. ഓക്കെ. ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും കൂടെ കൂട്ടിയിടിച്ചിട്ടുള്ള ഒരു സിനിമയാണല്ലോ ഉസ്താദ് ഹോട്ടല്. തിലകൻ ചേട്ടൻ ദുൽഖർ സൽമാനും കൂടെ മത്സരിച്ച് അഭിനയിച്ച ഒരു ചിത്രമാണ്. അതിലൊരു കോമ്പിനേഷൻ സീൻസ് ഒന്ന് അവതരിപ്പിക്കാം. ഓരോ സുലൈമാനിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായിട്ട് വന്ന് നിൽക്കണം. ഉപ്പുപ്പ എങ്ങനെ മുഹബത്തിന്റെ കഥയെന്ന് പറഞ്ഞുതരോ? ഉപ്പുപ്പാക്ക് മുഹബത്തുണ്ടായിരുന്നു എന്ന് എനക്കെന്താ ഇത്ര ഉറപ്പ്? അത് സുലൈമാനി കുടിച്ചവർക്കല്ലേ അതിന്റെ രുചി അറിയാവുള്ളൂ. എന്റെ 18-ാം വയസ്സില് നമ്മുടെ ഉസ്താദിന്റെ കൂടെ ചേർന്ന കൊല്ലം മൗലവീന്റെ മോളുടെ നിക്കാഹിന് ബിരിയാണി ഉണ്ടാക്കാൻ കൂടിയതാ. ബിരിയാണി ചെമ്പിന്ന് കണ്ണു തെറ്റിയപ്പോ ജനവാതിലിൽ നിന്നൊരു ഹൂറിനെ കണ്ടു. കൂട്ടിലടച്ച് കിളിയെപ്പോലെ എന്റെ നെഞ്ചിലെന്തോ ഒന്ന് വല്ലാണ്ട് പടയ്ക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടായിരുന്നതെല്ലാം ആ നിമിഷത്തേക്ക് വന്നു നിന്ന പോലെ. ആരായിരുന്നു അത്? മൗലവീന്റെ മോള്. ഓളുടെ നിക്കാഹിനല്ലേ നമ്മളിന്ന് ബിരിയാണി വെക്കാൻ പോയത്. ഇനി എന്ത് പറയാനല്ലേ ഇതിന്? ജയസൂര്യക്ക് ആദ്യമായിട്ട് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു സൂസു സുധീവാ. നാഷണലില് സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയിരുന്നു ജയസൂര്യക്ക് ഈ ഒരു വേളയില്. സൂസു സുധി വാൽമീക് എന്ന് പറയുന്ന സിനിമയിൽ അതില് നമ്മുടെ ജയസൂര്യയും അതില് കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു വിക്കുള്ള കഥാപാത്രമാണ്. സിനിമ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ജയസൂര്യ ഒരു കടയിൽ പോയിട്ട് കോഴിമുട്ട വാങ്ങാൻ പോകുന്നതും ആൾക്കാരെല്ലാവരും കൂടെ നിൽക്കുന്ന കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു സീൻ. സുനിൽ സുഗതയാണ് ഡോക്ടർ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ജയസൂര്യ വരികയാണ്. കോഴിമുട്ട വാങ്ങാൻ വേണ്ടി അമ്മ പറഞ്ഞു വിട്ടതാ, പക്ഷേ കോളിഫ്ലവറാ കിട്ടിയത്. അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഡോക്ടർ. അച്ചാറിട്ട് തന്നാ മതിയോ? ഡോക്ടർ കളിയാക്കരുത്. ഞാനിങ്ങനെ ഒന്ന് പൊളിക്കാൻ തയ്യാറെടുക്കായിരുന്നു. കുളിയാണോ പ്രധാനം ഡോക്ടർ? അല്ലല്ല, കോളി തീരെ പ്രധാനമല്ല. ഡോക്ടർ എനിക്ക് സംസാരിക്കാൻ മാത്രമേ വെക്കുള്ളൂ, പക്ഷെ പാട്ട് പാടുമ്പോ വെക്കില്ല. എന്നാ പിന്നെ പാട്ട് പാടുന്ന പോലെ സംസാരിച്ച പോരെ? നിസ്സാരമല്ലേ? തനിക്കിപ്പോ കോഴിമുട്ട വാങ്ങുന്നല്ലേ ഉള്ളൂ പ്രശ്നം. താനിപ്പോ കോഴിമുട്ട വാങ്ങാൻ വേണ്ടി കടയിൽ ചെല്ലുക. കോഴിമുട്ട മറ്റു സാധനങ്ങളോട് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കൂ. 10 കോഴിമുട്ട വേണം, 1/2 കിലോ സവാളയും 10 കിലോ അരിയും പൊതിഞ്ഞെടുക്കൂ. സോ സിമ്പിൾ. ഇനിയും കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ശ്രുതി, നമുക്ക് അടുത്ത വീണ്ടും ഒരു നാഷണൽ അവാർഡിലേക്ക് കിട്ടിയ ഒരു സിനിമ തിരക്കഥാകൃത്ത് ചെയ്ത മഹേഷിന്റെ പ്രതികാരം. അതിലെ ക്രിസ്പി ആൻഡ് ബേബിച്ചേട്ടൻ, സൗബിൻ ആൻഡ് അലൻസിയർ. മറ്റൻ 2 കൂട്ടുകാരന്മാരെ അഭിതാകാംക്ഷ നല്ല തങ്ങി. എനിക്കിത് ഇഷ്ടായി. ദൈവമുണ്ട് വെച്ചിട്ട് ദൈവമുണ്ട്. ഇല്ലടാ, അങ്ങനെ പരിപാടിയില്ല. ഉണ്ടായിരുന്നു നിന്നെപ്പോൾ നന്ദി കെട്ടപ്പെട്ടേ ഞാൻ ഇവിടെ പഠിക്കും. എന്നെ വിളിച്ചിട്ട് മറ്റെടുത്തവർത്തനും പറഞ്ഞു എനിക്കടാ നെയിം സോഡിമായിട്ട് എന്നാ ഇനി എന്റെ കൊച്ചിനെ കൊണ്ട് കട്ടപ്പനം ഇറങ്ങിയ എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. വെച്ചിട്ട് സോണടിക്കാരൻ ചോദിക്കണ്ട ചോദിച്ച ചിലപ്പോ മൊത്ത തുപ്പും. ഡിംഗൾഫി അല്ലേ? ഇത്തിരിക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാന്മാരെ വിഗ്രഹം മനസ്സിക്കൊണ്ടിടുന്ന വീണോട് എന്ന് പറഞ്ഞ എത്ര ശരിയാണല്ലേ? എന്റെ പൊന്നു നായന്റെ മോനെ കരയിപ്പിക്കുന്നത് ഇനി വേറെ കോമ്പിനേഷൻ 2 താരങ്ങളാണ് ലാലേട്ടനും സിദ്ദിഖിക്കയും കൂടി തമ്മില് ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലെ ക്ലൈമാക്സ്. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുണിന് എന്താണ് സംഭവിച്ചെന്നറിയണം തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബെല്ലുകളുമൊക്കെ അവന്റെ ശബ്ദമായിട്ടാ ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത്. അതിന്റെ പ്രതീക്ഷയും നിരാശകളുമൊക്കെ താങ്ങാനാകാത്തത് കൊണ്ട് ചോദിക്കുക, ഞങ്ങളിനി അവന് വേണ്ടി കാത്തിരിക്കണോ? ഞങ്ങൾക്ക് മനസ്സിലാകും
നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാകില്ല. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്നൊരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് വെപ്രാളത്തിൽ പറ്റിപ്പോയൊരു ചെറിയ കയ്യബദ്ധം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥി ഞങ്ങൾ മടക്കി അയച്ചു. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടെ നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. മനസ്സിലത് 100 ആവർത്തി ചെയ്തു കഴിഞ്ഞു. അല്ലാതെ ഞങ്ങളെ കൊണ്ടാകില്ലല്ലോ. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കുന്നു. അമേസിംഗ് കേട്ടോ. ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അത്രയും പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. നമ്മുടെ ഒരു ജയസൂര്യയും ഇന്ദ്രജിത്തും പൃഥ്വിരാജും കൂടെ ചേർന്ന് പാടിയ പാട്ടാണ് അമർ അക്ബർ ആന്റണി. അതെ. അതിലിപ്പോ പഴയ കാലഘട്ടത്തിലെ ഇപ്പം മധു സാറും ജയൻ സാറും ഉമ്മർ സാർ അതുപോലെ തന്നെ നസീർ സാർ ജയസൂര്യയുടെ ഇവരൊക്കെ ശബ്ദം കേട്ട് എനിക്ക് മതിയായില്ല. കാരണം അധികം പേരിൽ ആരും അനുകരിച്ച ആ ശബ്ദം ആ രീതിയിൽ ചെയ്യുന്നതായിട്ടില്ല. ഒരു 2 ഡയലോഗ് കൂടി എന്തെങ്കിലും പറയാമോ? വിക്കില്ലാതെ ജയസൂര്യയുടെ ഒരു ഡയലോഗ് പറയും. ജയസൂര്യയുടെ നമ്മുടെ പുണ്യാളൻ അഗർബത്തിയിലെ ഡയലോഗ് പറയാം. ഒന്നില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, ഇല്ലച്ചാ ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കാം. ഏതാച്ചാ കുട്ടി അങ്ങ് ഡിസൈഡ് ചെയ്തു കേട്ടോ. യു ജസ്റ്റ് റിലാക്സ് ആൻഡ് ലെറ്റ് മീ നോ ദ റിസൾട്ട്. ഐബട്ടൻ കലക്കിട്ടാ. നേരത്തെ പറഞ്ഞത് നമ്മുടെ ജയസൂര്യയും ഇന്ദ്രജിത്തും പൃഥ്വിരാജും കൂടെ ചേർന്ന് ആലപിച്ച ഗാനം അവരുടെ ശബ്ദം അനുകരിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോ റിപ്പീറ്റേഷൻ വരുത്തണ്ട. നമുക്ക് വീണ്ടും പഴയ താരങ്ങൾ ആ പാട്ട് പാടിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. കള്ളു കുടിച്ചാലും പോകൂല, അത് സമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോകൂല, അത് സമി വലിച്ചാലും മാറൂല. ചങ്കു പറിച്ചെടുത്ത് പെണ്ണുകടെ കയ്യെ കൊടുത്താലും വെറും ചെമ്പരത്തി പൂവെന്നു പറഞ്ഞിട്ട് നീയൊക്കെ ദൂരേറിയിൽ പെണ്ണേ. ചെമ്പരത്തി പൂവെടുത്തു ചെവി ചൂടുങ്ങാം, പിന്നീൻ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. ചെമ്പരത്തി പൂവെടുത്തു ചെവി ചൂടുങ്ങാം, പിന്നീൻ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. അത് കരളിനുള്ളിലെത്തിയാണ് കണ്ടേ. താങ്ക് യു. താങ്ക്സ്. പീപ്പിൾ ഹാവ് സ്പോക്കൻ. സുധി, അമേസിംഗ് പെർഫോമൻസ്. ഇനിയും നമുക്ക് കാണണം ഈ വേദിയിൽ. എല്ലാവരും സുധിയെ കമോൺ പ്ലീസ്.